കാലങ്ങളേറെയായി നമ്മുടെ മുന്നിൽ ഖുർആൻ കയ്യിൽ കിട്ടിയിട്ടും ഖുർആനിന്റെ യഥാർത്ഥ സത്തയിലേക്ക്, അതിന്റെ അടിസ്ഥാന തത്വത്തിലേക്ക് സമുദായം ഇന്നേ വരെ എത്തിയിട്ടില്ല എന്ന ഖേദകരമായ അവസ്ഥ കൂടി ഇതോടൊപ്പം നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഒരുപാട് ചിന്തകൾ, ഒരുപാട് ഗ്രൂപ്പുകൾ, ഉപഗ്രൂപ്പുകൾ എല്ലാമെല്ലാമായി മതരംഗം വളരെ ചൂടുപിടിച്ച ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ. ഇസ്ലാമിനെതിരെ പരസ്യമായി വാളോങ്ങുന്നവരും ഇസ്ലാമിൽ നിന്നുകൊണ്ട് അറിയാതെ ഇസ്ലാമിനെ കൊത്തുന്നവരും അക്കൂട്ടത്തിലുണ്ട്. ഇതേപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പരിഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവരും അക്കൂട്ടത്തിൽ ധാരാളമുണ്ട്. ഈയിടെ സംഘടിപ്പിക്കപ്പെട്ട ഒരു യുക്തിവാദികളുടെ ഒരു പരിപാടിയിൽ ഒരു മൗലവി ഈ അടുത്ത് യുക്തിവാദി പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറിയ ഒരു മൗലവി അവിടെ പ്രസംഗിക്കുകയുണ്ടായി. അയാൾ ഇസ്ലാമിനെ വിമർശിക്കാൻ ചില ആയത്തുകൾ അവിടെ ഉദ്ധരിക്കുകയുണ്ടായി. അതിൽ മുഖ്യമായും പ്രധാനമായും അവതരിപ്പിച്ചത് ഇസ്ലാമിൽ 4 പെണ്ണ് കെട്ടാൻ അനുമതിയുണ്ട് എന്നതാണ് പൊതുവെയുള്ള വിശ്വാസമെന്നും സത്യത്തിൽ 40 വരെ പോകാവുന്നതാണ് അതിന്റെ പരിധി എന്നും ഖുർആനിന്റെ ഒരു സൂക്തം പരിഹസിച്ചുകൊണ്ട്, ഖുർആനിന്റെ ഒരു സൂക്തത്തെ വളച്ചൊടിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയുണ്ടായി. ആ സദസ്സിൽ പങ്കെടുക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുവാനോ മറ്റോ ഒരവസരം വ്യക്തിപരമായി എനിക്കുണ്ടായില്ല. അതിൽ എന്ന സൂറത്തുൻ നിസായിലെ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ തുടക്കത്തിലെ ഒരു സൂക്തമാണ് അവതരിപ്പിച്ചത്. സത്യത്തിൽ മുസ്ലിം ലോകം ഒന്നടങ്കം 4 പെണ്ണ് കെട്ടാൻ ഏതായാലും ഖുർആനിൽ തെളിവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് 98%. ഒഴിവാക്കാവുന്ന അതിലെ ശതമാനം ഖുർആൻ വിശ്വാസികൾ മാത്രമാണ്. ലോകമെമ്പാടുമുള്ള ഖുർആൻ വിശ്വാസികളെ കണക്കെടുത്താൽ ഒരുപക്ഷെ 2% കുറയാൻ സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനേക്കാൾ കൂടുതലുണ്ടോ എന്ന് ഒന്നുകൂടി അന്വേഷിക്കണം. ഏതായാലും 98% വരുന്ന സുന്നത്ത് ജമാഅത്തുകാർ ഒന്നടങ്കം മുജാഹിദ്, ജമാഅത്ത്, സലഫി, ഇങ്ങനെ സുന്നി, സുസുന്നി, ഇങ്ങനെ ഏതൊക്കെ പേരുകളിൽ അറിയപ്പെട്ടാലും അവരൊക്കെ ഉൾക്കൊള്ളുന്ന മൊത്തത്തിലുള്ള സുന്നത്ത് ജമാഅത്ത് മിസ്റ്റർ മുആവിയ നേതൃത്വം നൽകിയ, മുആവിയ സംഘടിപ്പിച്ച പഴയ SYSന്റെയും SSFന്റെയും SPSSന്റെയും ഒക്കെ പ്രസിഡന്റായിരുന്ന യഥാർത്ഥ മുആവിയ സംഘടിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ ആശയം അതാണ്. 4 പെണ്ണ് കെട്ടാം ഒരേ സമയത്ത്. ആ ലോയ തന്നെയാണ് ഇന്ന് ഇവിടെ നിലകൊള്ളുന്നത്. ഇന്ത്യയിൽ ഇസ്ലാമിക് ലോ അല്ലെങ്കിൽ മുഹമ്മദൻ ലോ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ലോയും ഉള്ളത് ഒരു മുസ്ലിമിനെ 4 പെണ്ണ് കെട്ടുന്നതിന് തടസ്സമില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഖുർആനികമായി ഇയാൾ ഇതിനെ വിമർശിച്ചത് സംഗീതവും മാപ്പാതരക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുക. മസ്ന 2 എത്രയായി? 2 4 3 എത്രയായി? 3 9 9 4 13. പിന്നെയോ നന്നായി അതെത്രയായി? 4 16 എത്രയായി മൊത്തം? ഇങ്ങനെയാണ് ഇയാൾ കണക്കൂട്ടിയത്. സത്യത്തിൽ എന്താണ് ഈ പറയുന്നത്? ഒരു പെണ്ണ് കെട്ടാനാണോ? ഒരു പെണ്ണ് കെട്ടാൻ ഈ കൽപ്പനയിലുണ്ടോ? ഇല്ല. എന്നിട്ടില്ല 4 ഒരു പെണ്ണ് കെട്ടുന്ന വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സൂക്തമേ അല്ല ഇത്. ഇത് ഉസ്താദ് മൗദൂദിക്ക് മനസ്സിലായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ സ്ഥാപിച്ച അതിന്റെ സ്ഥാപക നേതാവാണ് മൗലാന മൗദൂദി. അദ്ദേഹം ആദ്യം രംഗത്ത് വന്നത് ഇസ്ലാമിനെതിരായ സകല അമ്പുകളെയും പ്രതിരോധിക്കുവാനും ഇസ്ലാമിനെ
ലോകത്തിന്റെ മുന്നിൽ വളരെ വളർച്ചയോടെ വരച്ചു കാട്ടുവാനും വേണ്ടിയാണ് അദ്ദേഹം ആദ്യം രംഗത്ത് വന്നത്. 1941 ലാഹോറിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്നതിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു, എനിക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ഇസ്ലാം എന്ന മാല ഞാനിതാ പൊട്ടിച്ചു വലിച്ചെറിയുന്നു എന്നാണ് അദ്ദേഹം ആദ്യമായി പ്രഥമ പ്രസംഗത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചൊരു പോയിന്റ്. എന്താണ്? എനിക്ക് പാരമ്പര്യമായി കിട്ടിയ ഇസ്ലാം എന്ന മാല ഞാനിതാ പൊട്ടിച്ചു വലിച്ചെറിയുന്നു എന്നത് ഒരു വലിയ പ്രഖ്യാപനമാണ്. ഒരുപാട് വില നൽകേണ്ടുന്ന, ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രഖ്യാപനമാണ്. നാം ഓരോരുത്തരും പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. ഈ ഇരിക്കുന്ന ആളുകളിൽ ഞാൻ അറിയുന്നവരാണ് മിക്കവരും, എന്നെ അറിയുന്നവരാണ് മിക്കവരും. എനിക്കുറപ്പുണ്ട് ഈ ഇരിക്കുന്ന വരിൽ 98% ആളുകളും ഒരുപക്ഷെ ഈ പ്രഖ്യാപനം വളരെ നേരത്തെ നിർവഹിച്ചവരാണ്. കാരണം പാരമ്പര്യമായി നമുക്ക് കിട്ടിയിട്ടുള്ള ഇസ്ലാം എന്ന മാല നാം പൊട്ടിച്ചു വലിച്ചെറിഞ്ഞതിന്റെ പേരിലാണ് ഖുർആൻ പ്രസ്ഥാനത്തിൽ നാം ആകൃഷ്ടരായത്, ഖുർആൻ പ്രസ്ഥാനത്തിലേക്ക് നാം എത്തി നോക്കിയത്. അപ്പോൾ മൗലാന മൗദൂദി സാഹിബ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ 1941 ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച ആ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ ആ പ്രഖ്യാപനം വളരെ വിലപ്പെട്ടതായിരുന്നു. അങ്ങനെ ആ പ്രഖ്യാപനത്തിൽ ഊന്നിയ പ്രവർത്തന പദ്ധതികളുമായി പരിപാടിയുമായി അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ചരിത്രയാത്ര തുടർന്നു. അദ്ദേഹം കുറെ ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി. പക്ഷേ അദ്ദേഹത്തെ നേതാവായി ഇന്നും വാഴ്ത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് അദ്ദേഹത്തെ അവരുടെ ചിന്താധാരയിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും മടർത്തേണ്ടി വന്നു. കാരണം മൗദൂദി പറയുന്ന ഇസ്ലാം ഇന്ത്യ രാജ്യത്തെ ഒരിക്കലും നിലകൊള്ളാൻ സാധ്യതയില്ല എന്ന് ഉറച്ച വിശ്വാസം അവർക്കുണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ചില തീവ്രവാദ സ്വഭാവങ്ങളും ഉണ്ടായി. അതിനുശേഷം അങ്ങനെ മൊത്തത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഫലത്തിൽ അദ്ദേഹത്തെ അടർത്തി. അദ്ദേഹം പരിഭാഷിച്ചപ്പോൾ ഖുർആൻ ഭാഷ്യത്തിലും അതേപോലെ തഫ്സീറുൽ ഖുർആനിലും ഒക്കെ ഈ ആയത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇത് ഖുർആനിൽ 4 പെണ്ണ് കെട്ടാനുള്ള ഒരായത്തായി ആരും ഇതിനെ കാണരുത്. ഈ ആയത്തിന് എന്നതിനെ 4 പെണ്ണ് കെട്ടുവാനുള്ള ഒരു കൽപ്പനയായോ അതല്ലെങ്കിൽ അനുമതിയായോ ഇതിനെ കാണാൻ പാടില്ല എന്ന് അദ്ദേഹം തുറന്നെഴുതുകയുണ്ടായി. അപ്പോൾ 4 പോയിട്ട് 1 പോലും കെട്ടുവാനുള്ള ഒരു അനുമതിയോ അംഗീകാരമോ അല്ല അത്. മറിച്ച് സമുദായത്തിലെ അവശ വിഭാഗത്തെ അതല്ലെങ്കിൽ അശക്തരായ അതല്ലെങ്കിൽ പ്രാപ്തിയില്ലാത്ത ആളുകളെ സംരക്ഷിക്കുന്നതിന്റെ കണക്കും അതേപോലെ കാര്യവുമാണ് അതിന് ചുരുക്കം. പക്ഷേ യുക്തിവാദികൾക്ക് യുക്തി നഷ്ടപ്പെടുമ്പോൾ, അയുക്തിയിലൂടെ നീങ്ങുമ്പോൾ പിന്നെ എങ്ങനെ വിമർശിക്കണം, എന്തിനു വിമർശിക്കണം എന്നൊന്നും അവർക്ക് നോക്കേണ്ടതില്ല. മുസ്ലിം സമുദായത്തിൽ അനാചാരവും അന്ധവിശ്വാസവും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് യുക്തിവാദികൾ. അത് നാം ഓർക്കണം, ഒരിക്കലും അത് മറന്നുപോകരുന്ന. യുക്തിവാദികൾക്ക് മുസ്ലിം സമുദായത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിന്ന് നിലനിന്ന് കാണണം. അതേപോലെ ജബ്ബാർ മാഷി നിങ്ങൾക്കറിയാം, അദ്ദേഹം പ്രസംഗിച്ച് ഇറങ്ങിയ പല സ്റ്റേജുകളിലും അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് മാഷെ നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥം ശരിയല്ല, അത് ഇങ്ങനെയാണ് പറയേണ്ടതെന്ന് തിരുത്തിയപ്പോൾ അയാൾ പറയുന്നതെന്നറിയോ? അത് ഞാൻ സ്വീകരിക്കൂല, നിലവിലുള്ള അർത്ഥമേ ഞാൻ സ്വീകരിക്കുള്ളൂ. കാരണം നിലവിലുള്ള അർത്ഥം ഞാൻ സ്വീകരിച്ചാലേ നിങ്ങൾ വിമർശിക്കാൻ കിട്ടുള്ളൂ. മുസ്ലിം സമുദായത്തെ വിമർശിക്കണമെങ്കിൽ നോക്കൂ, നിങ്ങൾ മുസ്ലിം സമുദായത്തെ വിമർശിക്കണമെങ്കിൽ അനാചാരവും അന്ധവിശ്വാസവും നിലകൊള്ളണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ ഈ യുക്തിവാദികൾ. അപ്പോൾ അവർക്ക് ഒരു നല്ലൊരു ചിന്ത നാം പുറത്തു കൊണ്ടുവരുന്നത്, നല്ല ഒരു ആശയം നാം പുറത്തു കൊണ്ടുവരുന്നത് ആർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അവർക്ക്. ഒരിക്കലും അവർക്ക് അത് സഹിക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ നമ്മൾ മുസ്ലിം സമുദായം, അതിന്റെ അവസ്ഥ ഞാൻ പറയാതെ നമുക്കറിയാം. 10-75 വർഷം ഈ കേരളക്കരയിൽ മുസ്ലിം സമുദായത്തിൽ മൂടുറച്ചു പോയ അന്ധവിശ്വാസങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ ഒരു പ്രസ്ഥാനമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം. ഈ അടുത്ത കാലത്ത് ചരമമടഞ്ഞ, വഫാത്തായിപ്പോയ, പരേതനായിപ്പോയ മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ നാം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു പഴയകാല ചരിത്രം വെച്ച് നോക്കുമ്പോൾ. കാരണം മുസ്ലിം സമുദായത്തെ കുറിച്ച് ഒരു 10-40 വർഷങ്ങൾ മുൻപുണ്ടായിരുന്നൊരു ചിത്രം ഒരുപക്ഷെ നമ്മിൽ പലർക്കും അറിയില്ല.
ഒരുപാട് ശൈലന്മാരും ഒരുപാട് ഔലിയാക്കന്മാരും വീടുകളും മറ്റെല്ലാം വാങ്ങിയിരുന്ന അവരായിരുന്നു ഭരിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അവരെ ഈ അന്ധതയിൽ നിന്ന് ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഒട്ടനവധി നേതാക്കന്മാർ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രകോപനപരമായ അന്തരീക്ഷത്തെയും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന ഒരു വസ്തുത ഇന്ന് നിലം തൊടാതെ കാറിൽ ചീറിപ്പായുന്ന പല നേതാക്കന്മാർക്കും ഇതറിയില്ല. ഇടികൊണ്ടവരും മടികൊണ്ടവരും കൊലക്ക് വിധേയമായവരും ഒക്കെ അതിലുണ്ട്. പക്ഷേ ആ അവസ്ഥ ഇന്ന് നോക്കൂ, നിങ്ങൾ എവിടെയെത്തി? ഇന്ന് 1-ാം നമ്പർ 24 കാരറ്റ് ഖുറാഫി പറയാത്ത കാര്യങ്ങൾ പോലുമാണ് ഇന്നവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തേ കാരണം? ആ കാരണത്തെക്കുറിച്ചാണ് നാം പഠിക്കേണ്ടത്. ആ കാരണമാണ് നാം അന്വേഷിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് ഇത് ശേഷമാണ് പറയുന്നത്. ഈ ഉലകം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന തെറ്റുപറ്റാത്ത അല്ലാഹു ഈശ്വരൻ സർവേശ്വരൻ പറയുന്നു നിശ്ചയം ഇത് ഈ ഖുർആൻ സിറാത്തി എന്റെ മാർഗം ഇതാകുന്നു, എന്റെ പാത ഇതാകുന്നു, മുസ്തഖീമൻ മൃദുവായ അതിന് ന്യൂനതയില്ല, അതിന് കുറ്റങ്ങൾ ഏതുമില്ല, അതിൽ പരസ്പരം സംഘട്ടനങ്ങളില്ല, പൊരുത്തക്കേടുകളില്ലാത്ത സുന്ദരമായ കാഴ്ചപ്പാടുള്ള വ്യക്തമായ ദൃഷ്ടാന്തമുള്ള ഒരു മാർഗം ഇതാകുന്നു. അതുകൊണ്ട് തന്നെ ഫത്തബിഉഹു നിങ്ങൾ അതിനെ ഫോളോ ചെയ്ത് ജീവിക്കുക. വലാ തത്തബിഉസ്സുബുൽ മറ്റു മാർഗങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. കാരണം ഫതഫറഖ ബികും അൻ സബീലി നിങ്ങൾ ഖുർആനല്ലാത്ത മറ്റു മാർഗങ്ങളെ ഫോളോ ചെയ്ത് ജീവിച്ചാൽ ഫതഫറഖ ബികും അൻ സബീലിഹി അവന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് ആ മറ്റു മാർഗങ്ങളെ പിന്തുടരൽ നിങ്ങളെ ഭിന്നിപ്പിക്കും, നിങ്ങളെ പിച്ചിച്ചീന്തും, നിങ്ങളെ ചിന്ന ഭിന്നമാക്കും. കഴിഞ്ഞില്ല. കാര്യങ്ങളെ ശരിയായ വീക്ഷണത്തോടുകൂടി കരുതലോടെ ജീവിക്കാൻ നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്, നിങ്ങളോട് സൃഷ്ടാവിന് വസീയത്ത് ചെയ്യാനുള്ളത് ഇതാണ് എന്ന ഒരു താക്കീത് കൂടി അതിന്റെ അവസാനത്തിൽ. പക്ഷേ മുസ്ലിം സമുദായം ഏത് കാലത്ത് ഖുർആനിൽ ഉറച്ചോ ആ സമയത്ത് മാത്രമേ അവർക്ക് ശരിയായ ദിശ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഖുർആൻ വിരുദ്ധ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ പിന്നാലെ പോയാൽ നിസ്സംശയം മുസ്ലിം സമുദായം നശിക്കും. അത് ഏതൊരു സമുദായത്തിന്റെയും അവസ്ഥ അതാണ്. ഈസാ പ്രവാചകൻ, യേശു പ്രവാചകൻ പ്രബോധനം ചെയ്ത ആ കർമ്മ പദ്ധതികളിൽ നിന്ന് ക്രൈസ്തവർ വ്യതിചലിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ ലൂക്കോസും മത്തായിയും പത്രോസും ഒക്കെ വന്നു. അവരായി പിന്നെ രംഗം കീഴടക്കാൻ അങ്ങനെ യഥാർത്ഥ ബൈബിളിൽ നിന്ന് ജനങ്ങൾ വ്യതിചലിച്ചു, ജനങ്ങൾ ഭിന്നിച്ചു, കക്ഷികളായി മാറി. നമ്മുടെ നാട്ടിൽ ഇന്ന് ക്രൈസ്തവർ 1 2 3 പല വിഭാഗങ്ങളായി മാറി. പല പള്ളികൾ അവർക്കുണ്ട്. എല്ലാ ക്രിസ്ത്യാനികളും അവരുടെ ഞായറാഴ്ചത്തെ ജുമാക്ക് പോകുന്നത് ഒരു പള്ളിയിലേക്കല്ല. ക്രിസ്ത്യൻകാർ അതേപോലെ തന്നെ സിറിയൻ കത്തോലിക്ക ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ കക്ഷികളായി മാറി. അവർക്ക് വ്യത്യസ്തങ്ങളായ പള്ളികളും ചർച്ചുകളും ഉണ്ടായി. ഇതേപോലെ തന്നെ മുഹമ്മദ് നബി പ്രബോധനം ചെയ്ത ഏക ഗ്രന്ഥമായ ഖുർആനിൽ നിന്ന് മുസ്ലിം സമുദായം വ്യതിചലിച്ചപ്പോൾ ആദ്യകാലങ്ങളിൽ അത് മദ്ഹബുകളായി രൂപാന്തരപ്പെട്ടു. ഒരു മദ്ഹബുകാരൻ മറ്റു മദ്ഹബുകാരെ പിന്തുടരാൻ പാടില്ല. അങ്ങനെ നിർബന്ധവശാൽ വല്ലയിടത്തും പിന്തുടരേണ്ടി വന്നാൽ, ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നാൽ ഒരു ഫൈൻ എന്ന നിരക്ക് എക്സ്ട്രാ ഒരു സുജൂദ് ചെയ്യണം എന്ന് വരെ നിയമം പാസാക്കപ്പെടുകയുണ്ടായി. അങ്ങനെ മദ്ഹബുകാർ തമ്മിൽ പരസ്പരം കല്യാണം കഴിക്കാൻ, വ്യത്യസ്ത മദ്ഹബുകാർ തമ്മിൽ കല്യാണം കഴിക്കാൻ പോലും പാടില്ല എന്ന ഒരു ധ്വനി പോലും ഉണ്ടായി. അങ്ങനെ ആദ്യകാലങ്ങളിൽ 4 മദ്ഹബുകളായി ഭിന്നിച്ചു. പിന്നീട് ത്വരീഖത്തുകളായി ആ ഭിന്നിപ്പ് തുടർന്നു. അങ്ങനെ വീണ്ടും ഗ്രൂപ്പുകളായി ഇന്ന് നാം എത്തി നിൽക്കുന്ന നമ്മുടെ സമുദായം, പ്രത്യേകിച്ച് കേരളത്തിൽ നാം എത്തി നിൽക്കുന്ന അവസ്ഥ നമുക്കറിയാം. ഇങ്ങനെ ക്രൈസ്തവർ യഥാർത്ഥ ബൈബിളിൽ നിന്ന് അഥവാ ഇഞ്ചീലിൽ നിന്ന് വ്യതിചലിച്ച് കക്ഷികളും ഉപകക്ഷികളുമായി രൂപാന്തരപ്പെട്ടപ്പോൾ, ആ എല്ലാ കക്ഷികൾക്കും വ്യത്യസ്ത ചർച്ചകളുണ്ടായപ്പോൾ മുസ്ലിം സമുദായം ഖുർആനിൽ നിന്ന് വ്യതിചലിച്ചു. അവർ മദ്ഹബുകളിലൂടെ പ്രയാണം ആരംഭിച്ചു. അങ്ങനെ ആ ഒരു ഭിന്നിപ്പ് ത്വരീഖത്തുകളിലൂടെ പുരോഗമിച്ചു. അങ്ങനെ സുന്നികളും മുജാഹിദും ജമാഅത്തും ഒക്കെയായി വീണ്ടും ആ പുരോഗതി ഭിന്നിപ്പിലുള്ള പുരോഗതി തുടർന്നപ്പോൾ കക്ഷികളായി വീണ്ടും അവർക്ക് എല്ലാവർക്കും പള്ളി. ഇന്നൊരാൾ പുറത്തിറങ്ങിയാൽ അവസ്ഥ എന്താ? ഒരാൾ പുറത്തിറങ്ങിയാൽ ബാങ്ക് കേൾക്കാൻ എവിടെ ആദ്യം സുന്നിപ്പള്ളിയിൽ നിന്ന് വിജയത്തിലേക്ക് വരൂ എന്ന് അയാൾ പറയും. ഇപ്പോഴത്തെ മുജാഹിദ് പള്ളിയിൽ നിന്ന് ഒരാൾ
കയ്യാലസ്വല അപ്പുറത്ത് ജമാഅത്ത് പള്ളിയിൽ എല്ലായിടത്തും ഒരേ സമയത്തുള്ള സാധനം മുടങ്ങുന്നത്. ഇവരാ കൊള്ളാണ് എവിടേക്കപ്പോ പോവാ? എല്ലാവരും വിജയത്തിലേക്കാണ് വിളിക്കുന്നത്. ഇങ്ങോട്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ അവൻ മുദ്ര കുത്തപ്പെട്ടു. ആഹോ അത് ശരി, നമ്മൾ ദേവരവും കഴിക്കുന്നത് സുന്നിയാണ്, അപ്പൊ പോയത് അങ്ങോട്ടാണ്. അപ്പൊ സുന്നി പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റോട് അങ്ങനെ തരും. നോക്കുന്നത് ഏത് ബാങ്കിന്റെ അവസാനത്തിന് ഏത് ബാങ്ക് സമയത്തും ഒരാൾ പുറത്തിറങ്ങിയിട്ട് ഇന്ന പള്ളിയിലേക്ക് പോയാൽ ഇപ്പുറത്തുള്ള ഒരു മറ്റേ ഗ്രൂപ്പാണ് വിധി എഴുതി, ഇപ്പുറത്തേക്ക് പോയിട്ട് മറ്റേ ഗ്രൂപ്പാണ് അപ്പുറത്തുള്ള വിധി എഴുതി. ഇങ്ങനെ പോകണം എന്നല്ല പറയുന്നത്, പോകാനും പാടില്ല, പോയിട്ട് കാര്യമില്ല. പക്ഷെ പോകുന്നവരെ കുറിച്ചുള്ള അവസ്ഥയാണ് പറയുന്നത്, പോകുന്നവരെ കുറിച്ചുള്ള അവസ്ഥയാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക. അള്ളാഹുവിന്റെ പാശം എന്നത്, അവന്റെ കയറ് എന്നത് ലോകത്തുള്ള സകല ആളുകൾക്കും പിടിക്കാൻ മാത്രം സ്ട്രോങ് ഉള്ള, വലുപ്പമുള്ള, വിശാലമുള്ള ഒരു കയറാണ്. ലോകത്തിലുള്ള എല്ലാ ആളുകളും അതിൽ പിടിച്ചാൽ മാത്രമേ ബലവത്താകൂ, ബലമുള്ളവരാകൂ. എപ്പോഴാളുകൾ പിടിച്ചാലും ആ കയറിന് ബലക്കുറവില്ല, സ്ഥലമില്ലായ്മയില്ല, വിശാലമാണ്, അതിശക്തമാണ്, വളരെ പ്രസക്തമാണ്. അങ്ങനത്തെ ആ പാശത്തെ മുറുകെ പിടിക്കാൻ, അങ്ങനെ പിടിച്ചില്ലെങ്കിലോ ചിത്രതയുണ്ടാകുമെന്നത് ഉറപ്പാണ്. അങ്ങനെ ഒരേ ഒരു പാശത്തെ മുറുകെ പിടിക്കാൻ കൽപ്പിക്കപ്പെട്ട മുസ്ലിങ്ങൾ വ്യത്യസ്ത കക്ഷികളും മതരവുകളും ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി മാറിയപ്പോൾ ഉണ്ടായ ദുരന്തം എന്താ? ആ ദുരന്തം നാം അനുഭവിച്ചറിയുന്നു. നോക്കുക, അങ്ങനെ മതരവുകളിലും കക്ഷിത്വങ്ങളിലും ആണ്ടാണ്ട് പോയപ്പോൾ ഇവർ ഗ്രന്ഥങ്ങൾ എഴുതാൻ തുടങ്ങി. ആ ഗ്രന്ഥങ്ങളിൽ വിവാഹ സമയത്ത് സ്വീകരിക്കേണ്ടുന്ന നയങ്ങൾ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഖുശൂ എന്ന് പറയുന്നത് യോജിപ്പ്. ബാർബറുടെ ബാർബറുടെ മകൾ കൊണ്ട് മാത്രമേ യോജിക്കുള്ളൂ, മകൾക്ക് മാത്രമേ യോജിക്കുള്ളൂ വിവാഹ സമയത്ത്. എഞ്ചിനീയറുടെ മുസ്ലിം, ഡോക്ടറുടെ ഡോക്ടർ. അങ്ങനെയുള്ള ഈ ഖുശൂ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടു. അതേപോലെ പിന്നെ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനക്കാർ ഒരു ഉറച്ച മുജാഹിദുമായിട്ടാണ് ബന്ധങ്ങൾ നടക്കുന്നത്. ജമാഅത്തുകാർ ഒരു ഉറച്ച ജമാഅത്തുകാരുമായിട്ടാണ് ആഗ്രഹിക്കുന്നത്, സുന്നിയുമായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇനി അതല്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ രണ്ടു കുടുംബങ്ങളുടെയും പരിപൂർണമായ തൃപ്തിയോടുകൂടിയല്ല ഇത് നമുക്കറിയാം. വളരെ വാശിയോടെ വീറോടെ മാത്രമാണ് പരസ്പരം ഈ ഗ്രൂപ്പ് ഐക്യത്തിലല്ലാത്ത വിവാഹങ്ങൾ നടക്കുന്നത് എന്ന് നമുക്കറിയാം. നോക്കൂ നിങ്ങൾ, ജൂത ക്രൈസ്തവരെ വിവാഹം കഴിക്കാൻ അനുവദിച്ച ഖുർആനിന്റെ അനുയായികളാണ് സ്വന്തം ഗ്രൂപ്പിലെ അനുയായികളുമായി വിവാഹം കഴിക്കാൻ മടിക്കുന്നത്, അതല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോ ഇതൊക്കെ എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്? നമ്മുടെ നാട്ടിൽ വിദ്വേഷമുണ്ടാകാൻ കാരണം എന്താണ്? ഏറ്റവും കാര്യമായി നാം പഠിക്കേണ്ടത് മതരംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ നിന്നാണ് ഇത്തരം ചിന്തകളും ഇത്തരം ശീലങ്ങളും വളരുന്നത്. അത് എവിടെ തുടങ്ങുന്നു നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ആമുഖമായി പറയുകയാണ്, നമ്മുടെ കുട്ടികളെ ഒരൊറ്റ മതത്തിലേക്കും പറഞ്ഞേക്കാൻ പാടില്ല, ഒരൊറ്റ മതത്തിലേക്കും പറഞ്ഞേക്കാൻ പാടില്ല. പറഞ്ഞേക്കുന്നവരുണ്ടെങ്കിൽ നിർബന്ധ മുഖ്യ ഞാൻ പറയുന്നു, പേര് വെട്ടണം, ഇന്ന് അല്ലെങ്കിൽ നാളെ പേര് വെട്ടേക്കണം. അവർ മതത്തെ പഠിക്കണം. കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന അവിടെ ദീനാണ് അവിടെ പഠിക്കുന്നത് എന്നാണ്. അല്ല, അവിടെ ദീനല്ല, അവിടെ പഠിപ്പിക്കുന്നത് ദീനാണ്. ദീൻ അവിടെ പഠിപ്പിക്കുന്നില്ല. ഒന്നാം ക്ലാസ് മുതൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എന്ന് മുതൽ അഞ്ചാമത്തെ വയസ്സിലാണ് മദ്രസയിൽ കൊണ്ട് ചേർക്കുന്നത്. 7 മണിക്ക് ബെല്ലടിക്കും. 7 മണിയുടെ മുമ്പായി കുട്ടികൾ മദ്രസയിലെത്തണം. അങ്ങനെ മദ്രസയിൽ ആദ്യമായി പഠിപ്പിക്കുന്നത് മറ്റേ അരിവും വാങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ലാത്ത ഒരു അറബി മലയാളം അവിടെയുണ്ട്. 2-3 വർഷം അറബി മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ 2-3 വർഷം ആ കുട്ടി ചെലവഴിക്കണം. അത് കഴിഞ്ഞ് പിന്നെ മുഹമ്മദ് നബിയുടെ 21 ഉപ്പാപ്പന്മാരുടെ പേര് പഠിപ്പിക്കുന്നുണ്ട്. അബൂ അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫിൽ മുൻതസിബ് ഹുസൈൻ കിലാബുൻ മുറത്തുൻ കഅബുൻ ലുഹൈ റായിദു ഫിഹിർ മാലിക്കുൻ നബർ ലുഹൈ ഒക്കെ ചാത്തപ്പന്മാർ. ഇവരുടെ ഭാഷയിലാണ് പറയുന്നത്. ഇപ്പറഞ്ഞ ഈ സുന്നത്ത് ജമാഅത്തുകാരുടെ ഭാഷയിലാണ് പറയുന്നത്. ഞാൻ ഒരിക്കൽ ചോദിക്കണ്ടായിരുന്നു, ഉസ്താദെ കുറെ കഴിഞ്ഞ ശേഷം ഇവരുടെ എത്ര ആൾ മുസ്ലിം പെണ്ണ്? ഇവരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരെണ്ണല്ലാണ്. ഇന്ന് അതിന് നല്ല നമ്മുടെ നാട്ടിൽ രാഘവൻ, ദാമോദരൻ, സുകുമാരൻ എന്ന് പഠിപ്പിച്ചിട്ട് അയൽവാസികളെയും പരിചയപ്പെട്ട കുട്ടികളുണ്ട്. ഇത് ഒരു കഴിവില്ലാത്ത ഈ 21 ആളുകളുടെ പേര് ഈ സ്വന്തം പാപ്പാനെ പറ്റി കൂടിയാണ് ഇത് പ്രേരിച്ചെന്നത്. സ്വന്തം പാപ്പുണ്ടല്ലോ, മുഹമ്മദ് നബിയുടെ സ്വന്തം പാപ്പ അബ്ദുള്ള. ആ അബ്ദുള്ള പോലെ മുസ്ലിക്കും കാഫിറുമാണെന്നാണ് പ്രേരിച്ചത്. മുസ്ലിമിനും ഒക്കെ കാണാം.
അബ്ദുള്ള മുസ്ലിമല്ല, അബ്ദുള്ള എന്ന് പറയുന്ന നബിയുടെ ബാപ്പ മുസ്ലിമല്ല എന്ന് സഹീഹ് മുസ്ലിമിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും പറയുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഓരോ ഗുണവും ഇല്ലാത്ത കാര്യം.